ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇന്നെൻ്റെ വീഡിയോ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ലോ ബഡ്ജറ്റ് ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അതായത് JBL ഫ്ലിപ്പ് ചാർജ് പോലുള്ള മോഡലിനോട് ചേർന്ന് നിൽക്കുന്ന അത്രയും സൗണ്ട് ക്വാളിറ്റി തരുന്ന നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് നമ്മൾ ചെയ്യുന്നത്. അതും ലോ കോസ്റ്റിൽ. ഇത് ഒരു ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂളാണ്. ഇത് എനിക്ക് 80 രൂപ മാത്രമേ ഇതിന് ചിലവായിട്ടുള്ളൂ. ഇതിൽ നമ്മൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇതുണ്ട്. ആമസോണിൽ ഇതിന് 58 രൂപയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ഔട്ട് ഗ്രൗണ്ട്, റൈറ്റ് ഔട്ട്, VCC ഗ്രൗണ്ട് എന്നുണ്ട്. ഈ ആദ്യത്തെ 3 നമ്മുടെ ഓഡിയോ ഔട്ട്പുട്ടിനും ഈ VCC ഗ്രൗണ്ട് 5 വോൾട്ട് 5 വോൾട്ട് DC ഇൻപുട്ടുമാണ്. നമുക്ക് കുറച്ച് വയർ ഇത് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ആമ്പിൻ്റെ മൊഡ്യൂളാണ്. ഈ ആമ്പിന് 150 രൂപയെ താഴെ ഇലക്ട്രോണിക് ഷോപ്പുകളിൽ വില വരത്തുള്ളൂ. ഓൺലൈനിൽ ഇതിന് 100 രൂപയെ താഴെയാണ് വില വരുന്നത്. നമുക്ക് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. ഈ ആമ്പിൻ്റെ മൊഡ്യൂളിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഓൾറെഡി 2 വയർ സ്പീക്കറിലോട്ട് പോകാനുള്ള 2 വയർ ഞാൻ സോൾഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒരു 3.7 വോൾട്ട് 1000 mAh ഒരു ബാറ്ററി ഇതിലോട്ട് കണക്ട് ചെയ്യാം. ഇത് ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ്, പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ്. റീചാർജബിൾ ആയിട്ടുള്ള ഏത് ബാറ്ററി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു ഡാറ്റ കേബിൾ കണക്ട് ചെയ്താലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോണിൻ്റെ മറ്റോ ചാർജറിൽ കുത്തി നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ പറ്റും. ഇനി നമുക്കിത് സ്പീക്കറുകളിലോട്ടൊന്ന് കണക്ട് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വോയിസ് കോയിൽ ഫുൾ റേഞ്ച് സ്പീക്കറും പിന്നെ അതിൽ തന്നെ ട്വീറ്ററുള്ള 3 സ്പീക്കറാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. അടുത്തത് ഒരു സബ്വൂഫറാണ്. 4 ഇഞ്ച് സബ്വൂഫറാണിത്. 3 ഇഞ്ച് സബ്വൂഫറാണ്. ഇതൊരു ഹോം തിയേറ്ററിൻ്റെ ആയിരുന്നു, പഴയ ഹോം തിയേറ്ററിൻ്റെയാണ്. ഓക്കെ, നമുക്കിതൊന്ന് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്ത് പാട്ടിട്ട് നോക്കാം. ബ്ലൂടൂത്ത് സ്കാൻ ചെയ്ത് കഴിയുമ്പം 3.0 BT എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കത് കണക്ട് ചെയ്യാം. ഓക്കെ, കണക്റ്റഡ് ആയിട്ടുണ്ട്, സൗണ്ടും കേട്ടു. ഇനി നമുക്കൊന്ന് പാട്ടിട്ട് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്കിതൊരു ഇച്ചിരി വലിയൊരു സബ്വൂഫർ കണക്ട് ചെയ്ത് നോക്കാം. ഇത് ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുത്ത ഒരു JBLൻ്റെ 8 ഇഞ്ച് സബ്വൂഫറാണ്. ഇതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലൊന്ന് കണക്ട് ചെയ്യാം. ഈ ഒരു ബോർഡ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ബ്ലൂടൂത്ത് കോമ്പിനേഷൻ നിങ്ങൾക്ക് ഈ ആമ്പിൻ്റെ ബോർഡ് ഇല്ലാതെ തന്നെ ജസ്റ്റ് പഴയ ഏതെങ്കിലും ഹെഡ്സെറ്റിൽ കണക്ട് ചെയ്താലും നിങ്ങൾക്ക് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റായിട്ട് വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ നേരത്തെ കേട്ട ഒരു നോയ്സ് എൻ്റെ മൈക്കിൽ നിന്ന് വന്നതാണ്, ആഡിയോ ഔട്ട്പുട്ടിനകത്തുണ്ടായിരുന്നതല്ല. നമുക്ക് ജസ്റ്റ് ഒരു സോങ് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് വേറൊരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. പ്ലേ സ്റ്റോറിൽ നിന്നും സബ്വൂഫർ ബാസ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ, ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഏത് ഡിവൈസ് യൂസ് ചെയ്താലും അതിൻ്റെ ബാസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹെഡ്സെറ്റ് എങ്കിൽ ഹെഡ്സെറ്റ്, സ്പീക്കർ എങ്കിൽ സ്പീക്കർ,
നിങ്ങൾക്ക് ബാസ് നല്ല അടിപൊളിയായിട്ട് കൂട്ടാൻ പറ്റും. നല്ലൊരു ആപ്ലിക്കേഷനാണിത്. നിങ്ങൾക്ക് ഓഡിയോ കേട്ടപ്പം മനസ്സിലായി കാണും വ്യത്യാസം. ഇനി നമുക്ക് വേറൊരു പാട്ട് കൂടെ പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾ ഒരുപാട് പൈസ മുടക്കി ഇതുപോലെ ഉള്ള ബ്ലൂടൂത്ത് സ്പീക്കറുകൾ, അതായത് കൂടിയ ബ്ലൂടൂത്ത് സ്പീക്കർ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ പൈസ നഷ്ടമാകത്തേ ഉള്ളൂ. അത് കേടായി കഴിഞ്ഞാൽ പിന്നെ അത് സർവീസ് ചെയ്യാനും അത് ശരിയാക്കാനും കൊണ്ട് നടക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരെണ്ണം സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ഈ ബോർഡും കാര്യങ്ങളും എല്ലാം കൂടെ നിങ്ങളുടെ വീട്ടിൽ പഴയ സബ്വൂഫർ വല്ലതും ഇരിപ്പുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൂടിപ്പോയാൽ ചിലവാകുന്നത് ഒരു 300 രൂപ, അതിൽ കൂടുതൽ പോകത്തില്ല. കൂടിപ്പോയാൽ 250 പുറത്ത് പോകത്തില്ല. പിന്നെ ഇതൊന്നും ഇല്ല, ഫ്രഷായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ബോഡി സെറ്റപ്പിൽ ചെയ്തെടുക്കാൻ കൂടിപ്പോയാൽ ഒരു 800 രൂപയാവും. അതിലും കൂടിപ്പോയാൽ ഒരു 1000 രൂപ, അതിൽ കൂടുതലൊന്നും ഒട്ടും പോകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്തിട്ട് പറ്റുമെങ്കിൽ ആ കാരണം ഒന്ന് കമൻറ്റ് ചെയ്യുക.